ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഗോവക്ക വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഈ ഒരു കാട്ടില് കുറെ ഗോവക്ക ഉണ്ട്. ഇവിടെ കാടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാടാണ് കേട്ടോ. അവിടെയാണ്. ഇതൊരു കാടാണ് നിങ്ങൾ കരുതണ്ട, കാടല്ല, ഒരു സ്ഥലത്ത് ആരും ഇങ്ങനെ കാടായിരുന്നു. മുമ്പ് ഇവിടെ പുല്ലായിരുന്നു. ഇത് ഇവിടെ കുറെ ചില്ലൂപ്പിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് ക്ലീൻ ആക്കി പറ്റി ഇങ്ങനെ എന്തോ സ്ഥലം വളക്കാനോ ഇങ്ങനെ ചെയ്യല്. സ്ഥലം വളക്കാനങ്ങാണ്ട് ക്ലീൻ ആക്കിയതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറെ കുപ്പിയും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇടക്ക്. അതെ, ഞങ്ങൾ പിന്നെ ഇടക്കൊക്കെ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു മല പോലെ ഇരിക്കണമെന്നല്ല, ഇതിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ മരങ്ങളും JCB പറിച്ച് മരമൊക്കെ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം കൂടെ കൂട്ടിയിട്ടപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു കുഞ്ഞു ഗോവക്ക ഒരു ഗോവക്ക വള്ളി പിടിച്ച് വലുതായിപ്പോയി. ഇവിടെ ഫുള്ള് ഗോവക്കയാണ്, ഇതിൻ്റെ മൊത്തം ഗോവക്കയാണ്. ഇത് ആദ്യം തന്നെ നമുക്ക് വന്നപ്പോൾ കുറേ ഗോവക്ക കിട്ടിയത്. ആദ്യം തന്നെ കുറേ അല്ല, അത്യാവശ്യം ഉണ്ട്. എന്നാലും നമ്മുടെ സാധാരണ ഗോവക്ക മേളിൽ ഇങ്ങനെ മരത്തിലൊക്കെ ചുറ്റി ഇത് അതിലേക്ക് ഇടുക. ഒരു കിറ്റൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വരയ്ക്കും. ഇപ്പോൾ വിശ്വാസം ഞങ്ങളുടെ വീട്ടിൽ ഗോവക്കറിയാണ്. ഇവിടെയൊക്കെ അതെ മേളിലോട്ട് ഞങ്ങൾ കയറുകയാണ്. ഇവിടെയൊക്കെ സൂക്ഷിച്ചില്ല താഴെ കിടക്കും. ഒരു തവണ ഞാൻ വന്നിട്ട് ഇവിടെ വെട്ടി കിടന്നിട്ടുണ്ട്. പാമ്പ് കാണുമെന്ന് ഉറപ്പില്ല, എന്നാലും ഉണ്ട് ഗായ്സ്, ഉണ്ട്. ഇത് കണ്ടോ എല്ലാം ഇങ്ങനെ കിടപ്പുണ്ടമ്മേ. പറഞ്ഞില്ല അതിന് മുമ്പ് എൻ്റെ കാല് കുടുങ്ങി അവിടെ. ഇതൊരു കിറ്റ്, ഒരു പച്ച കിറ്റിനോ കിട്ടോ, ഒരു കിറ്റൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. കിറ്റ് കണ്ടോ, പിടിക്കണ കിറ്റ്. കുറേ ഗോവയ്ക്ക് ഇങ്ങനെ ഇടയിലാണ് നിൽക്കണ്ടോ, ഇടയിൽ ഇങ്ങനെ നിൽക്കുവാണ് പിടിച്ച്. കുനിഞ്ഞാൽ നമുക്ക് കുറേ കിട്ടും. ഗൈസ്, ഈ ഒരു ഗോവക്കയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടോ, ഇതെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഞങ്ങൾ പറിക്കും, ഞങ്ങൾ ചെത്തിക്കളയും. പക്ഷെ അതെന്തായാലും ചെത്തിയാലും ഇത്തിരി കേട് കാണും. അതുമാതിരി കേട് കാണണ്ടേ. അവിടെ ഒന്ന് നോക്കട്ടെ ഞാൻ. അതെ, ഇവിടെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം വലുതാണ്. ഈ ഗോവക്കയിലെ കുറേ കറ വീണ് നമ്മുടെ കൈ ചീത്താകും കേട്ടോ. അപ്പോൾ അതേ ആദ്യം ഇറക്കിയും കൂടെ വന്നുണ്ട് രണ്ടുപേരും കൂടെ. ഞങ്ങളിങ്ങനെ ഗോവക്ക തൊപ്പിക്കുകയാണ്. കിട്ടി. എടി കിറ്റ് വന്നേ. കിട്ടില്ല ചേട്ടത്തിയെ കടിച്ചു. യെസ്, അത്യാവശ്യം നേരത്തെ കൊണ്ട് ഞങ്ങളിങ്ങനെ ഏത് നേരവും വരും. ഇങ്ങനെ കുറേ ഗോവക്ക കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വരും ഏത് നേരം. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ അധികം ഗോവക്ക ഇല്ലല്ലോ, എല്ലാം കുഞ്ഞത് തന്നെ ആയിരിക്കും. ഞങ്ങളെ വിചാരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ വരാം. അന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഗോവക്ക പറിക്കാൻ പോണ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ള ഗോവക്കയെങ്കിലും കിട്ടിയത് ഞങ്ങൾക്ക്. അത്യാവശ്യം കിട്ടും കേട്ടോ. വീട്ടിൽ കുറേ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലേ. ഇത് കണ്ടോ, തെടറിക്ക് പട്ടിയായിട്ടാണ് വന്നത്. ഇവിടെ നോക്കാം. അപ്പം ഇവിടെ എനിക്കൊരു ഇത്രയേ ഉള്ളൊരു ഗോവക്ക ഇവിടെ അത്യാവശ്യം ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കിട്ടും നമുക്ക് ഈ ഒരു ഗോവക്ക വെള്ളയിൽ നിന്നൊക്കെ. അത് കുനിഞ്ഞാലാണ് കൂടുതലും കിട്ടുന്നത്. ഇങ്ങനെ എല്ലാം താഴോട്ടല്ലേ കിടക്കുന്നത്, ഇലയൊന്നും കാരണം കാണാനൊന്നും പറ്റത്തില്ല. എനിക്ക് അത്യാവശ്യം കിട്ടണുണ്ട്. അവിടെ വരെയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഡെർലി കിട്ടി. ഇന്നൊരു കിറ്റ് നമുക്കത് മേളിൽ കയറാം. എപ്പോഴും കുറേയൊന്നും കിട്ടാറില്ല, എങ്കിലും 2-3 കിറ്റൊക്കെ എടുക്കും ഞങ്ങൾ. നമുക്കിവിടെ കയറാം. ഇത്തിരി പാടാണ്. അയ്യോ, എനിക്ക് ഫോണും കൊണ്ടൊക്കെ ഇവിടെ ഗോവക്ക ഉണ്ടാവുമെന്നറിയില്ല. കഷ്ടപ്പാട്ട് കയറിയിട്ട് നേരെ നമുക്ക് നോക്കാം കേട്ടോ ഗോവക്ക ഉണ്ടാവുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഈ 2 എണ്ണമാണ് കിട്ടിയത്. നമുക്ക് ഇവിടെയൊക്കെ കുനിഞ്ഞു നോക്കാം കേട്ടോ. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. അവിടെയാണ് കൂടുതൽ. നമ്മൾ നേരത്തെ കുറച്ച സ്ഥലത്ത്
ഇല്ല നമുക്ക് അതിനെ തിരിച്ച് അവിടെ തന്നെ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ഗോക്കയും കൂടെ പറിച്ചെടുക്കാം. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വരാൻ ഇത്തിരി ടഫാണ്. കാരണം ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കുഴി പോലെ കിടപ്പുണ്ട്. ചെറിയ കുഴിയാണ്, എന്നാൽ ഈ വടീൻ്റെ ഒക്കെ ഇടയിൽ കൂടെയാണ് ആ കുഴി ഉള്ളത്. പിന്നെ കാല് കുടുങ്ങി പോകും. കാണിച്ച് എത്ര കിട്ടിയെന്ന് അത്യാവശ്യം നമുക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ബാക്കിയൊക്കെ പറിക്കാം. അയ്യോ ഇവിടെ ഉണ്ടടി, ഞാൻ ഇറങ്ങണ്ടേ. ഗൈസ് ഇത് എത്ര പറിച്ചാലും ഉണ്ടല്ലോ, നമുക്ക് കറി വെക്കാൻ നേരത്തെ അരിയാൻ എനിക്കിഷ്ടമല്ല. ഒരു തോന്നി ഭയങ്കര പാടാണ്, കയ്യിലൊക്കെ എന്തോ പോലെ ഇരിക്കും. കൊറേ എന്നാലും ഇങ്ങനെ നല്ല രസമാണ് ഇവിടെയൊക്കെ കയറി ഇങ്ങനെ പറിക്കാൻ രസമാണ്, അരിയാനാണ് രസമില്ലാത്ത ഗൈസ്. അത് നമ്മൾ നേരത്തെ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. അതിനും കൂടെ നിങ്ങളെ വീട്ടിലെത്തുമ്പോൾ കാണിച്ചു തരും കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ താഴെ വീഴാൻ പോയതാണ് പോലെ. ഇവിടെ കുറച്ച് കിട്ടിയേ ഇങ്ങനെ. ഇതിങ്ങനെ ഓരോ ഓലയിൽ പിടിച്ചിരിക്കണാണിത്. ഓല ഓരോ ഓല കിടക്കണ ഓല മടല്ലേ എന്തൊക്കെ കിടക്കണോണ്ട് ഇങ്ങനെ പൊങ്ങി ഇതുമേ പിടിച്ചിക്കണോണ്ട് അധികം നമുക്ക് കുനിയണ്ട. ഇതിങ്ങനെ മേളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് മാത്രം. കുഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഒന്നുമില്ല ഗൈസ് ഉള്ളില്. ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണമല്ല കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് 5-6 കിട്ടാറുണ്ട്. ഇപ്പോഴും എനിക്ക് 2-3 കിട്ടിയായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ട് പോകാം. ഇവിടെ അങ്ങോട്ടൊക്കെ കയറിയാൽ എല്ലാം കിട്ടുമാവും. പിന്നെ ഞാൻ ഇവിടെ നോക്കട്ടെ. നോക്ക് ഇവിടെ കുഞ്ഞിനെ നോക്കാം. ഒരിടത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതെ ഇവിടെ ഒരിടത്ത് ചാടിയതാണ്. ഇതങ്ങോട്ട് ഇടാം. താത്താ ഒരു വലുത് ഞാൻ കണ്ടു ഗൈസ്. ഇതിനോട് കണ്ട ഒരു ദിവസം ഞങ്ങൾക്ക് കുറേ കിട്ടി. അന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തില്ല ഗൈസ്. ഇന്ന് അത്യാവശ്യമുള്ള അല്ലാതെ കുറേ ഒന്നുമില്ല. അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അത് എടുത്ത് കാണിച്ചേക്കാവേ. ലാസ്റ്റ് വലുത് ഗൈസ് വലുതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഈ ഇടയിലൊക്കെയാണ്. ഞങ്ങൾ 2 ദിവസമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഗോവക്ക പറിക്കാനായിട്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വലുതാകാൻ കിട്ടുമല്ലോ എന്ന് കരുതി അത്യാവശ്യം ഞങ്ങൾ 2 ദിവസം 3 ദിവസത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ. 2-3 ദിവസം വെയിറ്റ് ചെയ്ത് 2-3 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും കിട്ടിയത്. അവിടെ നോക്കാം. ഇയാൾ കുറഞ്ഞം കിട്ടി. അയ്യാ ഈ കവറിൻ്റെ അത് ഇത്രയും കിട്ടിട്ടോ. കാണിച്ചേരി ഉണ്ടത് ഇത്രയും ഉണ്ട്. അങ്ങോട്ട് പോവാ. അവിടെയൊക്കെ ഉണ്ടടി. എവിടെ വെയിലാണ്, എന്നാലും നമുക്ക് ഗോവക്കയോ കഴിഞ്ഞിട്ടൊക്കെ വേറെ എന്തോ ഉള്ളത് കിട്ടി. വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ വീഡിയോ തപ്പിയപ്പോൾ ഞങ്ങൾക്ക് ഗോവക്ക് 2-3 ദിവസം ലോങ് വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം. അപ്പം ഞങ്ങൾ കരുതി ഗോവക്ക അങ്ങോട്ട് എടുത്തേക്കാന്ന്. പിന്നെ നമ്മൾ വേറെ കുറച്ച് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും ചെന്ന് കാണണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണം. ഇതിൻ്റെ കാല് കൂടുന്നുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. കാരണമേ ഓരോ ഗോവക്കയിലും ചവിട്ടും തോറും അത് ചീത്തായി പോകും. ഗോവക്കയുടെ പൂവിൻ്റെ ആദ്യം വന്നത് ഇത് ചെറിയൊരു ഗോവക്കയാണ്. എവിടെ കാണിച്ചേ? ഈ പൂവിൻ്റെ ഇവിടെയുള്ള ഇന്നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിന്നിടണോ? ചെറുതിന് വേണമെങ്കിൽ നമുക്ക് ചെറിയ ഗോവക്കൊക്കെ തിന്നണവരുണ്ട്. ചിലർ വലുതും തിന്നും കേട്ടോ. നീ വേണ്ട തന്നെ. ഏതോ ഇതാ ഈ ഒരു ഭാഗമാണ് തിന്നണേ. ഗോവക്കയാണത്. പണ്ട് തിന്നായിരുന്നു. ഞാൻ അതൊന്നും തിന്നലായിരുന്നു.
എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ തിന്നാ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്തോ കറുമുറ പോലെ ഇട്ട് എന്നാ ഇത് കണ്ടല്ല കേട്ടോ, കുഞ്ഞു ഗോവക്കയാണ്. ഉണ്ട് തല. ഗോവക്ക ഉണ്ടാകണയാണ് പൂവിൽ ചെറുതായിട്ട്, അത് ഞങ്ങൾ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്കൊന്നും കിട്ടണില്ല. ഇതാണേ നല്ല ടേസ്റ്റാണ്. വലുതിനേക്കാളും എനിക്ക് ചെറുതാണ് ഇഷ്ടം. വലുതാലാണ് തിന്നണത് കേട്ടോ. അതിനിപ്പോൾ എന്താ ഫ്രഷ് അല്ലേ പറയാൻ പറ്റില്ല. ഇനി ഭയങ്കര വലുത് കിട്ടിയിട്ടുണ്ട്. എന്തുവാ ഞാൻ പോയത് അതെ, നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എപ്പോഴാ താഴെ കിടക്കണേന്ന്. ഇത് കണ്ടോ, അങ്ങനത്തേക്ക് ഒരു കുഴിയിലാണ് നമ്മളിങ്ങനെ വീണ് പോണേ. നേരത്തെയും ചെയ്യും ഞാൻ ഇവിടെ കുടുങ്ങിയായിരുന്നു. ഇവിടെ ഒരു കുഴി കണ്ടോ, കുഴിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കുടുക്ക്. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. 2 ദിവസം കറി വെക്കാനുണ്ട്. ഞങ്ങളെപ്പോഴും അങ്ങനെ ഇങ്ങനെ പറിച്ച് കഴിയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും കേട്ടോ. വേറെ വഴുതനങ്ങയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കാണിക്കാം കേട്ടോ. ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇടക്കും ഇങ്ങനെ വീഡിയോ എടുക്കണോ എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ, വെയിൽ നമ്മളെ ചതിക്കും ഏത് നേരം. തക്കാളിയും ഇതെല്ലാം പറിക്കുന്ന രീതി ഇടാം. തക്കാളി ഉണ്ടോ? ആണോ? എൻ്റെ വീട്ടിൽ വഴുതനങ്ങ നിൽപ്പുണ്ട്. വയലറ്റ് നിറത്തില്ല, പച്ചയല്ല. അത് പിന്നെ ഇന്നലെയും കൂടെ പറിച്ചതേ ഉള്ളൂ, ഒരു 3 എണ്ണം. അപ്പം എടുക്കായിരുന്നു. ഇല്ല പറിക്കാൻ, എന്നാലും ഉണ്ട് 3 എണ്ണം. അതൊക്കെ ചെറുതാണ്. ഗോവക്ക പറിക്കുന്ന ദിവസം അത് ചെറുതായിരിക്കും, അത് പറിക്കുന്ന ദിവസം ഗോവക്ക ചെറുതായിരിക്കും. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഇവ കൂടെ ഞാൻ നോക്കിയായിരുന്നു, അത് പറിക്കണമെന്ന് കരുതി നോക്കിയിട്ട് അത് ചെറുതായിരുന്നു. എനിക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇടയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കുറേ ഉണ്ട്. നിർത്താൻ പോണേ. അപ്പം ഞങ്ങളിതേ ഇത്രയും ഇന്ന് പറിക്കണുള്ളൂ. ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. ചീരയുണ്ട്, വഴുതനങ്ങ ഇവിടെയാണ് കാണിച്ചു തരാം. ചീര നിപ്പുണ്ട്. വഴുതനങ്ങ ചെറുതായത് കൊണ്ടാണ് എടുക്കാത്തത്. വഴുതനങ്ങ കുഞ്ഞതൊക്കെ നിപ്പുണ്ട്. ഇങ്ങനെ പൂവൊക്കെ ഉണ്ട് ഉണ്ടോ. കുഞ്ഞാണ്. നമുക്കിനി ഗോവക്ക വീട്ടിലുള്ള കാണിച്ചു തരാം. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് കമത്തി കാണിച്ചു തരാം. എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇത് ഇന്ന് പറിച്ചാണ്. ഇത് ഞങ്ങൾ നേരത്തെ പറിച്ചാണ്. ഇതൊക്കെ 3 കളറിൽ നേരത്തെ പറിച്ചാണ്.